എക്സിറ്റ് പോളുകളൊക്കെ പൂർണ്ണമായും തള്ളുകയാണ് ഇടതുമുന്നണി. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 10 വർഷത്തെ ഭരണമാണ്. ആ ഭരണ നേട്ടം ഉറപ്പായും ഭരണ തുടർച്ച തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുന്നണിയെ നയിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മോടൊപ്പം ചേരുകയാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകളൊക്കെ UDF-നാണ്, അതായത് ഭരണം നഷ്ടമാകുമെന്ന് പറയുമ്പോഴും എക്സിറ്റ് പോളുകളുടെ ശരാശരി നോക്കുമ്പോൾ ഒരിക്കലും ഒരു അമ്പേ പരാജയം പറയുന്നില്ല. കാരണം 70 ശരാശരി നോക്കുമ്പോൾ 65 മുതൽ 70 വരെ മുട്ടി നിൽക്കുകയാണ്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളൊക്കെ പൂർണ്ണമായും തള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എക്സിറ്റ് പോൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് 69 സീറ്റ് വരെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷത്തിന് 2 സീറ്റാണ് കുറവ്. പിന്നെ അവരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞതും തോൽക്കുമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് UDF ജയിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഡസൻ കണക്കിന് സീറ്റ് ഞങ്ങൾ ജയിക്കുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് പോൾ വെച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞ 2 കാര്യം: ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല; 2, മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ പിണറായി വിജയനാണ്; 69 വരെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്; 2 സീറ്റ് കൂടി കിട്ടിയാൽ ഭൂരിപക്ഷമായി. നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് എക്സിറ്റ് പോൾ പറയാതെ പറഞ്ഞു വെച്ച കാര്യം. എക്സിറ്റ് പോൾ വന്നതിന് ശേഷം ഈ CPM ക്യാമ്പിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു നിശബ്ദതയാണല്ലോ, ഒരു മൗനം കാണുന്നുണ്ട്. മൗനമില്ല. ഞാനന്ന് മുതലേ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മൗനത്തിൻ്റെയും പ്രശ്നമില്ല. പ്രതീക്ഷയെ തന്നെയാണ്. പക്ഷെ അതേസമയം കോൺഗ്രസ് നമ്മൾ ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം മുതലേ കാണുന്നൊരു കാഴ്ച. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നതോടെ വലിയ ആവേശത്തിലാണ് അവിടെ. അല്ല, അവരെ ആവേശം കുറേ ചെയ്തത്. 100+ ആണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇല്ലെങ്കിൽ വനവാസം. ഇപ്പോൾ ആ 100+ലേക്കൊന്നും അവർ പോകുന്നില്ല. കനൂലുകൂടി അവരിപ്പം ജയിക്കും എന്നുള്ളതിന് ഉറപ്പില്ലാതെ നിരയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇത് മാത്രമല്ല, അവര് ഈ മുഖ്യമന്ത്രി ആരെന്ന രീതിയിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മാത്രമല്ല, ഈ നാളെ റിസൾട്ട് വന്നാൽ 5-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റി, 6-ാം തീയതി ഘടകകക്ഷികളുടെ യോഗം, 7-ാം തീയതി നേതാക്കന്മാർ ഡൽഹിക്ക് പോകുന്നു, മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ആ ഷെഡ്യൂൾ വരെ അവർ ക്രമീകരിച്ചിരിക്കുകയാണ്. അത് മുമ്പേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഒരു വലിയ പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ്. ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷവും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെ രാവിലെ ആകുമ്പോഴേക്ക് തീരും. നാളെ ഒരു എത്ര മണി, ഒരു 12 മണി വരെ പോകുക, അതൊരു 10 മണിയാകുമ്പോൾ ട്രെൻഡ് അറിയാൻ പറ്റുമോ? രാവിലെ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കേരളം ചിന്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഏറെക്കുറെ എത്രയാണ് മാഷെ ഒരു ഭൂരിപക്ഷമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്പറൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. മികച്ച ഭൂരിപക്ഷത്തിൽ എന്നാലും ജയിക്കും, ഒരു സംശയമില്ല. വ്യക്തമായ മെജോറിറ്റി കിട്ടുമെന്നതിനപ്പുറത്തേക്ക് ഏറ്റവും മികച്ചൊരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കും. നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം ടേം അധികാരത്തിൽ വരും. ഈ ഭരണം, അതായത് CPM-ൽ നിന്ന് മാറി മറുകണ്ഠം ചാടി UDF-ന്റെ പിന്തുണയോടെ മത്സരിച്ച 5 പേർ, ഈ 5 പേർക്ക് എന്തായിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവി എന്ന് എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. ഈ 5 പേർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക നാളെ? 5 പേരും UDF ആവും, തോക്കുകയും ചെയ്യും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. എതിർ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്യും. തളിപ്പറമ്പിലായാൽ എവിടെയും സുധാകരൻ ജയിക്കില്ല. അത്രയേറെ ആത്മവിശ്വാസമാണ്. ഈ കോൺഗ്രസ് ഈ മന്ത്രിസഭാ രൂപീകരണം വരെ തീരുമാനിച്ചു. ഈ ലീഗിന് എത്ര മന്ത്രിമാർ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടെയാണ്. അപ്പോൾ ആ സമയത്ത് ഈ CPM ഒരുപക്ഷെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അത്ര നമുക്ക് നിഷ്കളങ്കമായി അങ്ങ് കണക്കിലെടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ ഇതെല്ലാം. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാനാവും. പാർട്ടി അത് കീഴ്മേൽ ബന്ധം അടിസ്ഥാനപ്പെടുത്തിയിട്ട് തീരുമാനിക്കുകയും ചെയ്യും. എന്നാലും പക്ഷേ എത്രയേറെ ആത്മവിശ്വാസം ഉണ്ടായാലും ഒരുപക്ഷെ ജനവിധി എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ജനവിധി തിരിച്ചായി കഴിഞ്ഞാൽ LDF പ്രതിപക്ഷത്തായി വരുമ്പോൾ ആരാകും പ്രതിപക്ഷ നേതാവ് എന്ന ചർച്ചകളൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്, ആകാംക്ഷയോടെയാണ് ചോദിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു അമാന്തം ഉണ്ടാകും അത്തരം കാര്യം, അങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ പോലും? സാങ്കല്പികമായ ചോദ്യവും സാങ്കല്പികമായ ഉത്തരവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഉറപ്പായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തോടെ ജയിച്ച് അധികാരത്തിൽ വരും. പിന്നെ എന്തിനാ പ്രതിപക്ഷത്തെ പറ്റി ആലോചിക്കുന്നത്? അതിനകത്ത് യാതൊരു തർക്കവുമില്ല. മുഴുവൻ മന്ത്രിമാരും ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിപ്പോൾ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു വിധിയായിരിക്കും ഉണ്ടാകുക. തെക്കൻ ജില്ലയിൽ ആകെ 30 മണ്ഡലങ്ങൾ, വെറും 3 സീറ്റാണ് UDF-നുള്ളത്. അപ്പോൾ ഈ തെക്കൻ ജില്ല വലിയ രീതിയിൽ തൂത്തുവാരും. എന്നാൽ മാത്രമേ ഇവർ പറയുന്ന 75 അല്ലെങ്കിൽ 80 എന്ന മാന്ത്രിക നമ്പറിലൊക്കെ കടക്കണമെങ്കിൽ തെക്കൻ ജില്ല തൂത്തുവാരും എന്നൊക്കെയാണ് പറയുന്നത്. ഈ തെക്കൻ ജില്ലയാണ് എല്ലാ കാലത്തും CPM-നെ ഒപ്പം ചേർത്ത് നിർത്തിയിട്ടുള്ള മണ്ഡലം. അപ്പൊ അത് എങ്ങനെയാകും? തെക്കൻ ജില്ലയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം തന്നെ ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുക.
തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ അത് അതുപോലെ തന്നെ നിലനിർത്തും. അതേപോലെ തന്നെ നിലനിർത്തും. ബി ജെ പിക്ക് എന്താകും? ബി ജെ പി വലിയ എക്സിറ്റ് പോളൊക്കെ 11 പറയുന്നത്. 11 14 വരെ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ സീറ്റും കിട്ടൂല. കണ്ണടച്ചങ്ങ് പറയാം. കണ്ണടക്കാണ്ട് തന്നെ പറയുന്നത്. നല്ല തുറന്ന് വെച്ചിട്ട് പറയുകയാണ് ഒറ്റ സീറ്റും കിട്ടില്ല ബി ജെ പിക്ക്. ഒരു വിധത്തിലും അക്കൗണ്ട് റീഓപ്പൺ ചെയ്യില്ല. നിയമവും ചെയ്യിക്കില്ല, കഴക്കൂട്ടം ചെയ്യിക്കില്ല, ഈ പറയുന്ന ഒരു മണ്ഡലത്തിലും ചെയ്യിക്കില്ല. എല്ലാം ബി ജെ പി തോക്കും. മൈനോറിറ്റിയുടെ ഒരു കൺസോളിഡേഷൻ UDF പറയുന്നുണ്ട്. അത് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയൊന്നുമല്ല. അങ്ങനെ ഒരു കൺസോളിഡേഷൻ കേരളത്തിൽ എവിടെയും ഒരേപോലെ UDF അനുകൂലമായിട്ടുണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല. ചില വ്യതിചലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അത് എത്രത്തോളം ഇപ്പം വോട്ട് എണ്ണുമ്പോഴും മാത്രമേ മനസ്സിലാവുള്ളൂ. മുസ്ലിം വിഭാഗം കൈവിട്ടു പോയോ? ഇല്ല. കൈവിട്ടു പോയാൽ പിന്നെ മത്സരിക്കാൻ പറ്റുമോ? മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ നല്ല മത്സരമാണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. മലപ്പുറത്ത് ഇത്തവണ വലിയ രീതിയിൽ, അതായത് ലീഗിന്റെ കോട്ടകളൊക്കെ ഒരു ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, ലീഗിന്റെ കോട്ട പൊളിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്, മുസ്ലിം വോട്ടും ജനങ്ങൾ ഉൾപ്പെടെ. കഴിഞ്ഞ തവണ ആകെ 3 മണ്ഡലമാണ്, അതിൽ നിലമ്പൂര് പോയി. അപ്പോൾ ഇത്തവണ എങ്ങനെയാകും മലപ്പുറം? ഇപ്രാവശ്യം നമ്മൾ ചില സീറ്റ് ജയിക്കും. എല്ലാ സീറ്റും ജയിക്കുമെന്നൊന്നും പറയുന്നില്ല. വലിയ രീതിയിൽ മലബാർ മേഖലയിൽ കോഴിക്കോടും പാലക്കാടൊക്കെ കോട്ട തകരത്തിൽ. കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരും. BJP ഇപ്പോഴും ഭൂരിപക്ഷ വോട്ടുകളിൽ വലിയ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇത്തവണ. അതാണ് അവരുടെ കണക്കുകളൊക്കെ. BJPക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല ഇപ്രാവശ്യം. ഭൂരിപക്ഷ വോട്ടുകൾ ഒരു രീതിയിൽ പോലും ചലനം ഉണ്ടാക്കില്ല. ഒരു ചലനം ഉണ്ടാക്കില്ല. ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനവും BJP നടത്തിയിട്ടില്ല. ധർമ്മടത്ത് പിണറായി വിജയന്റെ ഭൂരിപക്ഷം 50,000 കടക്കൂ? അതൊന്നും ഇപ്പം പറയാൻ സാധിക്കില്ല. ഭൂരിപക്ഷത്തിന്റെ കണക്ക് ഞാൻ ഇപ്പം പറയുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിന് പിണറായി ജയിക്കും. ഉറപ്പ്. എല്ലാ സ്ഥാനാർത്ഥികളും, നേതാക്കന്മാർ, എല്ലാവരും ജയിക്കും ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിന് വേണ്ടി അത്രയും ആൾ ജയിക്കും. പേരാമ്പ്രയിൽ എന്താവും അവസ്ഥ? ജയിക്കും. പേരാവൂർ നല്ല മത്സരമാണ്. ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൗട്ട് ഉണ്ട്. അല്ലാതെ മറ്റെല്ലാ മണ്ഡലം പോലെ പറയുന്ന പോലെ പറയാൻ സാധിക്കില്ല. നല്ല മത്സരം നടത്തി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് ശൈല ടീച്ചർ നടത്തിയിട്ടുള്ളത്. അത് പിടിച്ചെടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ തൃത്താല എല്ലാവരും ഒരു ടൈറ്റ് മത്സരമാണെന്നല്ല പറയാം. മന്ത്രിമാർ മത്സരിക്കുന്നത് തൃത്താല കുറച്ചൊരു ടൈറ്റാണ്. തൃത്താല നല്ല മത്സരമാണ് നടന്നത്. ജയിക്കും. ഫൈറ്റ് ജയിക്കും. MP രാജേഷ് ജയിച്ചു കയറും. എന്നാൽ ആത്മവിശ്വാസം ഒരു അല്പം പോലും ചോർന്നിട്ടില്ല. എക്സിറ്റ് പോളുകൾ ഒന്നും തന്നെ ഒരു വിഷയമേ അല്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണി CPM ക്യാമ്പൊക്കെ പറയുന്നത്. അത്രയേറെ ആത്മവിശ്വാസത്തിലാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലും അതിനകത്ത് 1 മണിക്കൂർ കൊണ്ട് എല്ലാം ആലോചിച്ച് തീരുമാനിച്ചൊരു തീരുമാനത്തിലേക്ക് കടക്കാം. അതിന് CPM അങ്ങോട്ട് മറ്റൊരു രീതിയിലുള്ള തർക്കത്തിന്റെ പോലും ആവശ്യമില്ല. അത്രയേറെ ആത്മവിശ്വാസത്തിലാണ് ഈ സമയത്തും അവസാന മണിക്കൂറുകളിലും. മുന്നണിയിൽ നയിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിഷ്ണുവിനൊപ്പം അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.